ഒരു ഗോളം പടിഞ്ഞാറൂന്ന് ഇങ്ങനെ വരുന്ന കണ്ടു. എൻ്റെ തലയുടെ മേളി ഭാഗത്ത് വന്നിട്ട് ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടി. തലയുടെ മേലെ ഒന്ന് പൊട്ടിത്തെറിച്ചു. പൊട്ടുന്ന പോലെ പൊട്ടി, അത് വീണ്ടും അങ്ങ് പോയി. അല്ല, പൊട്ടുമ്പോ ഇത് ചെറിയ ചെറിയ പീസുകളായി ഒന്നും ആയില്ല. ഈ പൊട്ടിയത് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ അതുപോലെ തന്നെ കിഴക്കോട്ട് പോയി. അസാമാന്യമായ ഈ ശരീരവും ഒക്കെ കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കി പോകും, പുരുഷനായാലും സ്ത്രീ ആയാലും എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് 26 ഇവർ മുങ്ങൽ തുടങ്ങി. അപ്പോൾ ഇവരുടെ മുടി കൊണ്ട് മേപ്പോട്ട് ഇതിങ്ങനെ കുതിച്ചു പായുകയാണ് വെള്ളം. അവിടെ മുഴുവൻ വെള്ളമയമാണ്. പിന്നെ ഇവരെ പേഴ്സണലായിട്ട് ആരെയും കാണാൻ പറ്റിയിട്ടില്ല. ഈ പദം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പദം. ഈ പദം മാറാൻ 1-2 ആഴ്ച എടുത്തു. അതൊക്കെ പേപ്പറിനകത്ത് വന്നതാണ് ആ പദം. ശരി, വരുത്തുപോക്ക്. അതായത് നമ്മുടെ നാട്ടും പുറത്തൊക്കെയാണ് കൂടുതൽ ഈ വരുത്തുപോക്കിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത്. നമുക്ക് ഈ ആടുമാടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആടുമാടുകളായിരിക്കും. അതായത് ഒരു കുഴപ്പവും ഇല്ലാത്തതൊക്കെ പെട്ടെന്നൊറ്റ നിമിഷം കൊണ്ട് മലനടിച്ച് വീഴുക, പാരലൈസ് ആവുക, അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ പറയുന്നത് വരുത്തുപോക്ക് പോയതാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ആ സ്ഥലങ്ങൾ വരുത്തുപോക്ക് പോകുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണോ? അല്ല, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരം 3ആയിട്ട് മരണസമയത്ത് പിരിയുന്നു പ്രധാനമായിട്ട്. പിന്നെയും വേറെ ഉണ്ട്, ഉപപിരിവുണ്ട്. പ്രധാനമായിട്ട് ആത്മാവ് പോയി വേറൊരു ശരീരം എടുത്ത് ആത്മാവ് അയാളായിട്ട്, അരവിന്ദം പോയി ജോയിയായിട്ട് വേറെ താമസിക്കുന്നു. എന്നാൽ ശരീരം തീയിലെ വെന്ത് ഒടുങ്ങുന്നു. ഈ പ്രേതശരീരം കറങ്ങിയടിച്ച് നടക്കുന്നു. അപ്പോൾ ഈ പ്രേതശരീരം കറങ്ങിയടിച്ച് നടന്ന് ഇതിനൊരു പരിണാമമുണ്ട്. എനർജി ഫോമാണ്. അതിനൊരു പരിണാമമുണ്ട്. പരിണാമം എന്ന് വെച്ചാൽ ഒരു വസ്തു ഇപ്പോൾ പ്ലൂട്ടോണിയം എനർജിയായി മാറുന്ന ഒരു പരിണാമം, അതൊരു പരിണാമമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പരിണാമം, അതൊരു പരിണാമമാണ്. ഇതുപോലെ ഈ ടെലിപ്ലാസ്റ്റിക് ബോഡിക്കും ഒരു പരിണാമമുണ്ട്. ഒരു കാലത്തിന് ശേഷം ഈ ടെലിപ്ലാസ്റ്റിക് ബോഡി എനർജിയായിട്ട് മാറും. എനർജിയായിട്ട് മാറുമ്പോൾ അതിന് ഇങ്ങനെ കണ്ണില്ലാതെ കാതില്ലാതെ വീശിയടിച്ച് കണ്ണുപൊട്ടനെ പോലെ ഭാഗവത്തിൽ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ഭാഗവതം തുടങ്ങുന്ന അങ്ങനെയാണ്. ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥയിലാണ് തുടങ്ങുന്നത്. അങ്ങനെ അയാളുടെ പേര് മറന്നുപോയി, 2 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വീശിയടിച്ച് നടക്കാനേ പറ്റുള്ളൂ. അത് കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടതിനെ കൊല്ലണേ കൊല്ലുക, ചാവണമെങ്കിൽ ചാവുക, ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ. ഇതാണ് വരുത്തുപോക്ക്. അല്ല, പലപ്പോഴും ഈ പഴയ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട് ഒരു അഗ്നിഗോളം ഇങ്ങനെ പോകുന്നത്, അങ്ങനെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കാണുന്ന നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് തിരിഞ്ഞ ആ ഭാഗത്ത് ഒരു കാവുണ്ട്. ആ കാവിലായിരുന്നു എൻ്റെ ആശുപത്രി ആദ്യം. അതിൻ്റെ പുറകിൽ ആ കാവിലൊരു വരുത്തുപോക്കുണ്ടായിരുന്നു. അതിനെ ഞാൻ ഓടിച്ചാണ്. ആ വരുത്തുപോക്ക് നേരിട്ട് കണ്ടാണ് ഓടിച്ചതുമാണ്. അപ്പുറം പോയി പിന്നെ അത് തിരിച്ചു വന്നിട്ടില്ല. 30-35 വർഷം 40 വർഷമായിട്ട് അത് അങ്ങനെ എങ്ങണ്ടാ പിന്നെ ഇപ്പോൾ പോകുന്നു പറയുന്നത്. തീഗോളം പോലെയാണോ ഇത് പോകുന്നത്? അല്ല, അത് മനുഷ്യരൂപത്തിലായിരുന്നു പോയി. മനുഷ്യരൂപത്തിൽ വെച്ചാൽ ഒരു ഇത്രയും ഉയരത്തിൽ നിഴലായിട്ട്. അപ്പോൾ അത് അല്ലാതെ കണ്ടിട്ടുള്ളത് ഗോളം. അപ്പോൾ എനിക്കൊരു BSc പഠിക്കുന്ന സമയത്ത് എനിക്ക് വയറിന് ചില അസുഖം ഉണ്ടായപ്പോൾ അന്ന് ഈ ടോയ്ലറ്റിൻ്റെ അഭാവം വളരെ കൂടുതലുള്ള കാലമാണ്. 71 കാലഘട്ടം, 72 കാലഘട്ടം. അപ്പോൾ സാധാരണ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഗോളം പടിഞ്ഞാറൂന്ന് ഇങ്ങനെ വരുന്ന കണ്ടു. എൻ്റെ തലയുടെ മേളി ഭാഗത്ത് വന്നിട്ട് ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടി. തലയുടെ മേലെ ഒന്ന് പൊട്ടിത്തെറിച്ചു. വളരെ ഉയരത്തിൽ പൊട്ടുന്ന പോലെ പൊട്ടി, അത് വീണ്ടും അങ്ങ് പോയി. അപ്പോൾ ഞാൻ പേടിച്ച് വിറച്ച്, അന്ന് കുടുംബത്തിലാണ് താമസിക്കുന്നത്, ചിറ്റപ്പൻ്റെ കൂടെ. ഞാൻ ചിറ്റപ്പനോട് അത് വരുത്തുപോക്ക് അതിലേ ഉണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു വരുത്തുപോക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വയറിൻ്റെ അസുഖത്തിന് പോകാതിരിക്കാൻ പറ്റും. അത് അങ്ങനെ ഉണ്ട്. പിന്നെ എന്തായാലും അങ്ങനെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു തീയോളമല്ല, തീയല്ല, ചുമന്ന നിറത്തിലുള്ള ഒരു അഗ്നിയാണ്. ചുമന്ന നിറത്തിലുള്ള ഒരു ചൂടുള്ള ഒരു വസ്തുവാണ്. ചുമന്ന നിറത്തിലുള്ള നമ്മുടെ സാധാരണ റെഡ് എന്ന് പറയുന്ന അല്ല, ഏതാണ്ട് ഇതിനകത്തെ റെഡ് പോലെ. അത് എന്താ ഓറഞ്ച് കളറിലുള്ള ഒരു പ്രകാശം. അതിൻ്റെ പ്രകാശം ഒരു വല്ലാത്ത നിറമാണ്. ചുമപ്പെന്ന് ഇതാണ് ആ മഞ്ഞ പോലെ അതിനകത്ത് കുറച്ചുകൂടെ ചുമന്ന് ചേർന്ന ഒരു പ്രകാശമാണ്. എൻ്റെ തലയ്ക്ക് നേരെ മേളി വന്ന് ഇതങ്ങ് പൊട്ടിക്കഴിഞ്ഞിട്ട് നിമിഷത്തിനുള്ളിൽ നീ വന്നു, അല്ലേ ഓടിപ്പോയിനി. അല്ല, പൊട്ടുമ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളായി ഒന്നും ആയില്ല. ഈ പൊട്ടിയത് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ അതുപോലെ തന്നെ കിഴക്കോട്ട് പോയി.
നമ്മളൊന്നും ഭയപ്പെടുത്തി. പൊട്ടൻ പ്രേതം എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത്. പൊട്ടൻ പ്രേതം, പൊട്ടൻ പ്രേതത്തിന്റെ വരത്തുപോക്കാണെന്നാണ് നാട്ടുകാർ അതിനെ വിളിച്ചിരുന്നത്. അത് സ്ഥിരമായിട്ടുണ്ട് പോലും അവിടെ, എനിക്കറിയില്ല ഇപ്പോഴും ഉണ്ടോ അറിയില്ല. സ്ഥിരമായിട്ടുണ്ട് എന്ന് പറയുന്നു പൊട്ടൻ പ്രേതം. അതേപോലെ തന്നെയാണ് ഈ ചങ്ങലമാടൻ. ചങ്ങലമാടൻ അത് ഈ ആസ്ട്രൽ ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയപ്പെടാത്ത തന്നെ ഒരുപാടുണ്ട്. ചങ്ങലമാടൻ ഞാൻ ഇവിടെ ഓടിച്ചെന്ന് പറയുന്നത് ചങ്ങലമാടനെയാണ്. കിലുക്കിക്കൊണ്ടാണ് അത് ഓടിയത്, ചങ്ങലമാടനെയാണ് ഓടിച്ചത്. ഞാൻ ഇവിടെ ഓടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ചങ്ങലമാടനെയായിരുന്നു. അപ്പോൾ അതുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും, നമ്മൾ അറിയപ്പെടാത്ത വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ നിൽക്കുന്ന തലങ്ങൾ വേറെ തലങ്ങളിലാണ്. ഇതിന് മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ കലിയുഗത്തിന് ഉപയോഗങ്ങളുണ്ടാകാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഭൂമിക്ക് ഓരോ ലെയറുണ്ട്. ആ ലെയറിൽ വ്യത്യാസത്തിലാണ് നമ്മൾ നിൽക്കുന്നതും അവർ നിൽക്കുന്നത്. അവരുടെ തലത്തിൽ ഉള്ളതിൻ്റെലേക്ക് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് കയറുമ്പോഴാണ് നമ്മളെ അവർ ഉപദ്രവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തലത്തിലേക്ക് അവർ ഇൻട്രാക്ട് ചെയ്ത് കയറുമ്പോഴാണ് നമ്മളവരെ ഉപദ്രവിക്കുന്നത്. ഈ തലങ്ങൾ ഒരുപാട്, നമ്മൾ ഇപ്പോൾ ഈ രണ്ടുപേരിരിക്കുന്നതിനിടയിൽ ഒരുപാട് തലങ്ങൾ സെൻറ്റിമീറ്റർ കണക്ക് വ്യത്യാസത്തിലോ അല്ലെങ്കിൽ അടി വ്യത്യാസത്തിലോ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോ ജീവികൾ ജീവിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും ഓരോ ജീവികൾ ഒരുപാടുണ്ട്. പക്ഷേ വേറെ തലത്തിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, അവർക്ക് നമ്മളെയും കാണാൻ പറ്റില്ല. അതെ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമുക്ക് ചുറ്റും ഈ ബാക്ടീരിയകളൊക്കെ ഒരുപാടുണ്ടെന്ന്. അതല്ല, അത് നമ്മുടെ തലത്തിൽ തന്നെ ഉള്ളത്. അതെ, ഇതല്ല, നമ്മുടെ തൊട്ട് മേളിൽ ഒരു ചിലപ്പോൾ 2 സെൻറ്റിമീറ്റർ ഉയരത്തിലായിരിക്കും, അല്ലെങ്കിൽ അരയടി ഉയരത്തിലായിരിക്കും. അരയടിയൊന്നും പോകത്തില്ല, 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച് വ്യത്യാസത്തിൽ മറ്റൊരു തലമുണ്ട്. ആ തലത്തിലുള്ള ജീവികളുണ്ട്. അത് അവർക്ക് അങ്ങോട്ട് സംവേദനം ചെയ്യാനേ പറ്റുള്ളൂ. അവരെ ആത്മാക്കൾ ആ തലത്തിലേക്കാണ്. ആ തലത്തിലുള്ളവർക്ക് നമ്മുടെ തലത്തിലോട്ട് തൊട്ട് 2 അടി താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കവരെ കാണാൻ പറ്റും, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവർക്ക് അപരിചിതമായ നമ്മളെ ഉപദ്രവിച്ചെന്ന് വരാം, നമുക്ക് അപരിചിതമായ അവരെ നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഉപദ്രവിച്ചെന്ന് വരാം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട്. അവരുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വിഷയമുള്ളൂ. കണക്ട് കണക്ട് ചെയ്യേണ്ടി വരുമല്ലോ. ഇത് കണക്ട് ചെയ്യിക്കാൻ വേണ്ടി പ്രപഞ്ചം ഒരുക്കുന്ന കളികളാണ്. അങ്ങനെ മാത്രമേ, പ്രപഞ്ചം ഇത് ഒരുക്കാതെ കണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പ്രപഞ്ചം ഇതിൻ്റെ പുറയിൽ നിന്നുകൊണ്ട് കർട്ടൻ വലിക്കാതെ കണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ തലത്തിലേക്ക് ഇത് ഇറങ്ങി വരാനും പറ്റില്ല, അവരുടെ തലത്തിലേക്ക് നമുക്ക് കയറിപ്പാനും പറ്റില്ല. ഒരു ഉദാഹരണം പറയാം, ഇപ്പം അടുത്ത് നടന്നൊരു ഉദാഹരണം. ഞാൻ അത് കഴിഞ്ഞ ഇതിനകത്ത് ഇട്ടതാണ്, എന്നാലും പറഞ്ഞേക്കാം. ഈ ഫെബ്രുവരി 28-ാം തീയതി ത്രിവേണി ഇപ്പോൾ ഒരു പ്രയാഗ്രാജ് കുംഭമേളയ്ക്ക് ഞാൻ പോയിരുന്നു. 28-ാം തീയതി രാത്രി 7:30-ക്കായിരുന്നു, 7:26-നായിരുന്നു മകരത്തിലെ കർത്തവാവ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോപ്പർ ടൈം. പക്ഷേ പിറ്റേന്ന് രാവിലെ ആഘോഷിക്കത്തുള്ളൂ. ഞാൻ ആ പ്രോപ്പർ ടൈമിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ പെണ്ണുങ്ങൾ അവിടെ നിന്ന് കുളിക്കുന്നു. നഗ്നരായ സ്ത്രീകളുടെ അവിടെ നിന്ന് കുളിക്കുന്നു. അതിലൊരു സ്ത്രീ, അവർ അതിഭയങ്കരമായ വണ്ണവും അതിഭയങ്കരമായ നീളവും, ശരീരം മുഴുവൻ അതിഭീകരമാണ്. എന്നിട്ട് അവർ ഇങ്ങനെ ഈ 7:26 ഇവർ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. അപ്പോൾ ഇവരെ ഈ അസാമാന്യമായ ഈ ശരീരവും ഒക്കെ കാണുമ്പോൾ ആരായാലും നോക്കി പോകും, പുരുഷനായാലും സ്ത്രീ ആയാലും. കുറേ സന്യാസിമാർ ചുറ്റും നിൽപ്പുണ്ട്, അവരിത് കാണുന്നില്ല. എന്നെ കൊണ്ടുപോയ 2 പേരുണ്ട്, അവരും കാണുന്നില്ല എന്ന് അവരുടെ മുഖഭാവത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്നെ നിർബന്ധിക്കുകയാണ് അവിടെ ഇറങ്ങി കുളിക്കാൻ. ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു ഇതിനകത്ത് ഇറങ്ങി കുളിക്കാൻ. ഇവരാരാണെന്ന് മനസ്സിലാകുന്നില്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് 26 ഇവർ മുങ്ങൽ തുടങ്ങി. അപ്പോൾ ഇവരുടെ മുടി കൊണ്ട് മേപ്പോട്ട് ഇതിങ്ങനെ കുതിച്ചു പായുകയാണ് വെള്ളം. അവിടെ മുഴുവൻ വെള്ളമയമാണ്, അവിടെ മുഴുവൻ. അത് പിന്നെ ഇവരെ പേഴ്സണലായിട്ട് ആരെയും കാണാൻ പറ്റിയിട്ടില്ല. ഈ പത മാത്രമേ കാണാൻ പറ്റുള്ളൂ, വെള്ളത്തിൻ്റെ പത മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പത മാത്രമേ കാണാൻ പറ്റൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ ദേവതകളെ മറ്റുമാണ് ഇവരെ മേൽവശത്ത് കുളിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു താഴ്വശത്ത് കുളിക്കാനുള്ള സൗകര്യം. അപ്പോൾ ഒരു താഴ്വശത്ത് ഇവർ മാറി താഴ്വശത്തുള്ള ഈ പത, ഞാൻ പറഞ്ഞില്ലേ പതഞ്ഞത്, ഈ പദം മാറാൻ 1-2 ആഴ്ച എടുത്തു. അതൊക്കെ പേപ്പറിനകത്ത് വന്നതാണ് ആ പത. അപ്പോൾ എന്താ ഈ പതയെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഓർക്കുന്നവർക്ക് മനസ്സിലാകും മറ്റേ ഈ പ്രയാഗ്രാജ് മുഴുവൻ പതയായിരുന്നു എന്ന്.
അത് ഇവർ കുളിച്ച ഈ 10 പെണ്ണുങ്ങൾ കുളിച്ച തലമുടിയിൽ നിന്ന് മുന്നേ ഉയർന്ന പതയായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് എനിക്ക് കാണാം അവർ നമ്മുടെ തലത്തിൽ തന്നെയാണ്. പക്ഷേ അവർ 1/2 ഇഞ്ചോ മേളിലാണ് അവർ നിൽക്കുന്നത്. അവരെ ബാക്കി ആർക്കും കാണാനും പറ്റില്ല. ഞാനും ആ തലത്തിലോട്ട് കയറി ചെന്നു. ഞാൻ അവിടെ കുളിച്ചായിരുന്നു അവരെന്നെ അടിച്ചു പോകുന്നതിനായിരുന്നു, അല്ലെ ചവിട്ടി താത്തേന്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ചവിട്ടി താത്തേന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെ അവരെന്തെങ്കിലും വിചാരിച്ചാൽ പോരെ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാം. ഞാനതുകൊണ്ട് സ്കൾപ്പ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് മാറി അടുത്ത മുകളിൽ കടവിൽ കുളിച്ചാൽ ഇനി മനുഷ്യൻ കുളിച്ചതിനകത്ത് ഇവർ കുളിച്ചു എന്ന് വിചാരിച്ച് നമുക്കിട്ട് പണിഞ്ഞാലോ, അതും വേണ്ട എന്ന് വിചാരിച്ച് താഴെപ്പുറത്തെ ഒരു 10-12 അടി താഴെ ഓരോ കടവായിട്ട് കെട്ടിയിരിക്കുകയായിരിക്കും. താഴെയാണ് കുളിച്ചത് ഞാൻ. എങ്കിലും ആ പത ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ആ പതയാണ് പിന്നീട് ത്രിവേണി മുഴുവൻ, ത്രിവേണിയല്ല പ്രയാഗ്രാജ് മുഴുവൻ പതയാരെന്ന് പറഞ്ഞ് ഇതുവരെ പത മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരികയുണ്ടായി. ഇതാണ് തലത്തിൻ്റെ പ്രത്യേകത. നമുക്ക് പലപ്പോഴും ആ തലം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ തലം ഏത് തലമാണെന്ന് സൂക്ഷ്മമായിട്ട് അറിയാൻ പറ്റില്ല. വേണ്ട ഒരു ചെരുപ്പിൻ്റെ ഉയരത്തിൽ തന്നെയാണ് ആ തലവും. ഒരുപക്ഷെ നമുക്ക് ചെരുപ്പാണെന്നേ നമ്മുടെ മൈൻഡ് പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? അപ്പോൾ ഈ നമ്മളിരിക്കുന്നതിനിടയിൽ തന്നെ പല തലങ്ങൾ ഉണ്ട്. ആ തലങ്ങളിലെല്ലാം ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങൾക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരാൾ ഒരു തലത്തിൽ നിന്നും അടുത്ത തലത്തിലോട്ട് ഇറങ്ങി വരുമോ, താഴെ തലത്തിൽ നിന്ന് ഒരാൾ ഉയർന്ന തലത്തിലോട്ട് കയറി ചെല്ലുകയോ ചെയ്താൽ അവർ ഇൻട്രാക്ട് ചെയ്യും. ഇൻട്രാക്ട് ചെയ്താൽ ചിലപ്പോൾ ഉപദ്രവിച്ചെന്ന് വരും, കൊല്ലുക എന്നുള്ളതല്ല, ഉപദ്രവിച്ചെന്ന് വരും, ശപിച്ചെന്ന് വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായെന്ന് വരും. എൻ്റെ ഒരു ഗുരുജി ഉണ്ടായിരുന്നു പാലക്കാട് വണ്ടിത്താവളം. അദ്ദേഹം ധ്യാനത്തിൽ അടുത്ത തലത്തിലേക്ക് കയറി ചെന്നു. അടുത്ത തലത്തിലേക്ക്, വണ്ടിത്താവളം സ്വാമികളുടെ കാര്യമാണ് പറയുന്നത്, അടുത്ത തലത്തിലേക്ക് കയറി ചെന്നു. സ്ത്രീകളുടെ തലമായിരുന്നു. അവിടെ സ്ത്രീകൾ മാത്രം. അദ്ദേഹത്തിന് നല്ല സ്വീകരണങ്ങളൊക്കെ നൽകിയെങ്കിലും പിന്നീട് അവർ പ്രശ്നം ഉണ്ടാക്കുക ചെയ്ത് അദ്ദേഹത്തിനെ ചവിട്ടി, അവരുടെ കാവൽക്കാരൻ ചവിട്ടി താഴെ ഇട്ടു. അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന് കയറി. വീണ്ടും അദ്ദേഹം ധ്യാനം ചെയ്ത് അവിടെ തന്നെ ആ തലത്തിൽ തന്നെ ചെന്ന് കയറുകയുണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കാര്യം തന്നെയാണ്. അപ്പൊ ഈ വരുത്തുപോക്കുകൾ പോകുമ്പോൾ തന്നെ ഈ മൃഗങ്ങൾ എന്തുകൊണ്ടാണ് വീഴുന്നത്, മനുഷ്യരും വീഴാത്തതും? മനുഷ്യരും വീഴുന്നുണ്ട്. മനുഷ്യർ മണ്ണടി അമ്പലത്തിന്റെ തെക്ക് വടക്കേ വശത്ത് ഒരാൾ വീണിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഈ വരുത്തുപോക്ക് ഞാൻ BSc പഠിക്കുന്ന സമയത്ത് ഇവര് ശരീരത്തിൽ പ്രവേശിക്കല്ലേ, ഇവരുടെ കയ്യിൽ എന്തോ ആയുധമോ കയ്യോ മറ്റോ വെച്ച് അടിക്കുന്നതാണ്. അത് അടി കൊള്ളുന്നത് നമ്മുടെ ശരീരത്തിലല്ല, ഉള്ളിലെ ആസ്ട്രൽ ബോഡിയിലാണ്. അത് പിളർന്നു പോവും, മരണവുമാവും. പുറത്താണെങ്കിലേ നമുക്ക് അടയാളം കാണാൻ പറ്റില്ല. നമ്മുടെ കാഷ്വൽ ആസ്ട്രൽ ബോഡികളിലാണ് അടി കേൾക്കുന്നത്. അതുകൊണ്ടാണ് മരിച്ചു പോകുന്നത്. അല്ല, ഇവർക്ക് ഈ വഴികളുണ്ടോ? അതായത് വഴികളുണ്ട്. ഇവരുടെ വഴി നമ്മൾ ബ്ലോക്ക് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവും? ബ്ലോക്ക് ചെയ്താൽ വഴി ഇട്ട് കൊടുക്കണം. അല്ല, ചില ആളുകൾ ഇപ്പൊ ഇത് വരുത്തുപോക്ക് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വഴി ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പാടില്ല. അതിനൊരു വഴി ഇട്ട് കൊടുക്കണം, വേറെ വഴി. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഒരിടത്തും വഴി ഇട്ടിട്ടില്ല. ഞാൻ എല്ലാവരും ബ്ലോക്ക് ചെയ്യുക ചെയ്തിട്ടുള്ളത്, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ വിറക്കം ഉണ്ടാവുമോ? വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്ലോക്ക് ചെയ്തൊന്നും, എൻ്റെ ആവശ്യത്തിന് ഞാൻ ബ്ലോക്ക് ചെയ്തിടത്തൊന്നും ആരും കയറി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ അങ്ങനെ അല്ലാത്ത ആൾക്കാർ ഓരോ തരം അല്ലേ, ഓരോരുത്തരുടെ മൈൻഡ് പവർ ഓരോന്നല്ലേ. അങ്ങനെയാണെങ്കിൽ വഴി ഇട്ട് കൊടുക്കണം, അവർക്ക് പോകാൻ വേണ്ടി വഴി ഇട്ട് കൊടുക്കണം. ഞാൻ വഴിയിടാനൊന്നും പോയിട്ടില്ല, ഞാൻ അടച്ചിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ അവർക്ക് ഇട്ടുള്ളതോടെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇതില്ല എന്നുള്ള ഉദ്ദേശത്തിലല്ല വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ്, ഇതിനൊന്നും ഒരു പുല്ലും എന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലാതെ ഇതില്ല എന്നുള്ളത് കൊണ്ടല്ല, ഇതിലൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്കതിനകത്ത് അങ്ങനെ ചെയ്യാറുണ്ട്, വഴിയിട്ട് കൊടുക്കാറുണ്ട്. അടച്ചാൽ വഴിയിട്ട് കൊടുക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ വഴിയിട്ടിട്ടില്ല, ഞാൻ അടയ്ക്കുക തന്നെ ചെയ്തിട്ടുണ്ട്.